വീട്ടിൽ നിന്ന് 160 മീറ്റർ മാറിയാണ് കിണർ. ഇതിൽ മോട്ടോർ സ്ഥാപിക്കാൻ വേണ്ടി എത്ര mm കേബിൾ ഇടണം? ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ചോദ്യമാണ്. ചോദ്യത്തിൽ കിടക്കുന്നതിനെക്കാട്ടും മുന്നേ ഹായ്, ഞാൻ അമൃത് ശിശിർ, MEP കൺസൾട്ടന്റ്, ശിശിർ എഞ്ചിനീയറിംഗ് സർവീസ്. വെൽക്കം ടു അവർ ചാനൽ. സബ്സ്ക്രൈബർ അയച്ച ചോദ്യം ഇതാണ്: 160 മീറ്റർ ദൂരെയുള്ള കിണറിലേക്കുള്ള മോട്ടറിന്റെ കേബിൾ ഏത് സൈസ് ആയിരിക്കണം? കുറെ കാര്യങ്ങൾ ഇതിനകത്ത് അവർ സൂചിപ്പിച്ചിട്ടില്ല. എനിക്ക് കൃത്യമായിട്ട് മറുപടി തരാൻ എത്ര HP മോട്ടറാണ്. ഓക്കെ, ബേസിക്കലി നമുക്കിത് 1 HP സിംഗിൾ ഫേസ് മോട്ടറാണെന്ന് വിചാരിക്കാം. ഈ മെയിൻ ആയിട്ട് ഈ ഡിസ്റ്റൻസ് കൂടുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ 230 വോൾട്ടേജ് നമുക്ക് ഇൻകമിംഗിൽ ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അവിടെ കിട്ടുന്ന വോൾട്ടേജ് 230 ഉണ്ടാവില്ല, 220 210 ഒക്കെ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോയിരിക്കും. അപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത്, അതായത് 3% താഴെ വോൾട്ടേജ് ഡ്രോപ്പ് മാത്രമേ പാടുള്ളൂ ഒരു സപ്ലൈ. അതായത് ഇവിടെ 230 കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 3% കുറഞ്ഞിട്ട് മാത്രമേ അലൗഡ് ഉള്ളൂ. ഈ വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? കേബിളിന്റെ സൈസ് കൂട്ടണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാം. അതായത് 160 മീറ്റർ 1 HP മോട്ടറാണ് നമ്മൾ എസ്യൂം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കാൽക്കുലേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കൊടുത്തുകൊണ്ട് വീണ്ടും ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാൽക്കുലേഷൻ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ അവിടെ പോയി നോക്കുക. അല്ലാതെ അവർക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് 100 മീറ്ററിന് മുകളിൽ വരുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒരു കേബിൾ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അതിന്റെ ലോഡ്. അതായത് 1 HP ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 4 ആംപിയർ ആയിരിക്കും ലോഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ 2 HP ആകുമ്പോൾ 8 ആംപിയർ ആയിരിക്കും. ഇതിന്റെ ലോഡ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. രണ്ടാമത് ഡിസ്റ്റൻസ്, പിന്നെ കേബിൾ സൈസ്. ഓരോ കേബിൾ സൈസിനും അതിനനുസരിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 2.5 mm കേബിളിന് 1 മീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ 18 മില്ലി വോൾട്ട് ആണ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി വോൾട്ടേജ് ഡ്രോപ്പ് ഇസ് ഈക്വൽ ടു നമ്മൾ മില്ലി വോൾട്ട് ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻറ്റു ലോഡ് ഇൻ ആംപിയർ ഡിവൈഡഡ് ബൈ 1000. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്ന് കിട്ടും. നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് അല്ല അറിയേണ്ട, വോൾട്ടേജ് ഡ്രോപ്പ് പെർസെൻറ്റേജ് ആണ്. ഈ കിട്ടുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ 230 ഇൻറ്റു 100, അതായത് പെർസെൻറ്റേജിൽ കിട്ടും. ഇത് 3% താഴെ ആവണം. ഞാനിപ്പോ ഇവർക്ക് വേണ്ടി ചെയ്ത് നോക്കിയിരുന്നു. 160 മീറ്ററിന് നമ്മുടെ 1 HP മോട്ടർ 4 ആംപിയർ എടുക്കുമ്പോൾ നമുക്ക് 2.5 mm കേബിൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 160 മീറ്റർ 1 HP മോട്ടർ ഓടിക്കുമ്പോൾ ഏകദേശം 11% വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നുണ്ട്. അതായത് 230 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ 218 വോൾട്ടേ അവിടെ കിട്ടുള്ളൂ. ആസ് പെർ സ്റ്റാൻഡേർഡ് 3% ആണ് വോൾട്ടേജ് ഡ്രോപ്പ് അലൗഡ്. ഇത് വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും മോട്ടർ. കാരണം 218 ചിലപ്പോൾ മോട്ടർ വെള്ളം എടുക്കും എന്നൊക്കെ വരും. പക്ഷേ എങ്കിൽ അത് മോട്ടറിന്റെ കറക്റ്റ് എഫിഷ്യൻസിയിലോ കാര്യങ്ങളിലോ അല്ല അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ റെക്കമെൻഡബിൾ അല്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് 4 mm കേബിൾ എടുത്തു കഴിഞ്ഞാൽ 3.3% ആണ് വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത്. അപ്പൊ അതും നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ആസ് പെർ സ്റ്റാൻഡേർഡ് ആക്സെപ്റ്റബിൾ. പക്ഷെ നോർമൽ ഇതാരും നോക്കാതുകൊണ്ട് നമുക്കൊരു 4 mm എങ്കിലും മിനിമം ഞാൻ റെക്കമെൻഡ്. ആസ് പെർ സ്റ്റാൻഡേർഡ് വെച്ച് ചെയ്യുമ്പോൾ മിനിമം 6 mm കേബിൾ ഇട്ടാൽ മാത്രമേ ഒരു 2.2% വോൾട്ടേജ് ഡ്രോപ്പിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിപ്പോ ഞാൻ പറയും, നിങ്ങൾ ചോദിക്കുകയാണ് 230 വോൾട്ടേജ് വരുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞു 10-11% ലോസ് ഉണ്ടെങ്കിലും 218 വോൾട്ടേജ് അത് പമ്പ് ചെയ്യില്ലേ? തീർച്ചയായും ആ പമ്പ് ചെയ്യും. പക്ഷെ അതിന്റെ കറക്റ്റ്, അതായത് ഒരു പമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ വോൾട്ടേജിൽ ഇത്ര ഹെഡ് വരെ കൊണ്ടുപോകുന്നതാണ്. നിങ്ങൾക്ക് അത്ര ഹെഡ് ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ അത് നോർമലായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ അത് നോർമൽ വോൾട്ടേജ് കുറഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ മോട്ടറിൽ എടുക്കേണ്ട കറണ്ടിനെക്കാട്ടും കൂടുതൽ എടുത്തുകൊണ്ട് മോട്ടർ ഹീറ്റ് ആവാനും ബേൺ ആവാനൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കലി നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും 6 mm കേബിൾ ഇത്രയും മീറ്റർ ഇടുമ്പോൾ ഒരുപാട് കോസ്റ്റ് വരും. ഇപ്പോ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് വോൾട്ടേജ് 230 വരുന്ന ഒരു സ്ഥലമാണ്, നിങ്ങൾ ട്രാൻസ്ഫോമറൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2.5 ഓടിക്കാം. പക്ഷെ അവിടെ വലിയ റിസ്ക് ഉണ്ട്. വോൾട്ടേജ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് കൂടുതലൊക്കെ ആണെങ്കിൽ മോട്ടർ ചൂടാവാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓൾവേസ് ഗോ ഫോർ 4 mm ഫോർ എ സേഫസ്റ്റ്. 1 HP അല്ല 2 HP മോട്ടർ ആണെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കില്ല, കേബിളിന്റെ സൈസ് കൂടും. കാരണം ആംപിയർ കൂടുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് കൂടി വരും. ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേഷൻ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുക, അത് ചെക്ക് ചെയ്യുക. അതിൽ 3 ഫേസിലും സിംഗിൾ ഫേസിലും സെപ്പറേറ്റ് ആണ്. ഐ ഹോപ്പ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാനായി കമന്റ് ബോക്സ് യൂസ് ചെയ്യുക. കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, ആ കോഴ്സിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പുതിയ വീടോ ബിൽഡിങ്ങോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ MEP ഡിസൈൻസ് ആൻഡ് ഡ്രോയിങ്സ് ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായ കാൽക്കുലേഷനിൽ ഇതേപോലെ കേബിൾ ഇടാനും അതേപോലെ കൃത്യമായ DB ഡിസൈൻ ഒക്കെ ചെയ്തുകൊണ്ട് വൃത്തിയായിട്ട് ഒരു വീട് എടുക്കാനോ ബിൽഡിംഗ് എടുക്കാനോ ആഗ്രഹമുള്ള ആൾക്കാർ
താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, അതിന് പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസ് ആകും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കും. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ്.